നമസ്കാരം പ്രിയമുള്ളവരെ. മനുഷ്യനുണ്ടായ കാലം മുതൽ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ചിലർ ചതുരംഗപ്പലകയിലെ കരുക്കളെപ്പോലെ ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ മുൻപ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. ചിലർ കിട്ടുന്ന അവസരം വെച്ച് കാര്യങ്ങളെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിന് ഏറ്റവും വലിയ ഗതികേട് അനുഭവിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ കോൺഗ്രസ്സാണ്. നേരിട്ടും പരോക്ഷമായിട്ടും അല്ലാതെ അടിയിൽക്കൂടിയും കീഴിൽക്കൂടിയും ഒക്കെ പണിയും. എല്ലാ പാർട്ടിക്കാരനും അതുകൊണ്ട് ആ പണിയുണ്ടെങ്കിൽ പോലും അതിൽ മാറ്റമുള്ള ഒരു പാർട്ടിക്കാരനും ഇന്ത്യയിലില്ല എന്നുള്ളതാണ് സത്യം. 1945 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇന്ത്യക്ക് 1948 മുമ്പ് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെപ്പറ്റി ഒരു ചർച്ച നടന്നപ്പോൾ അന്ന് വിൻസെൻ്റ് ചർച്ചിൽ പറഞ്ഞത്, നമ്മൾ ഇന്ത്യക്കാർക്ക് അധികാരം കൈമാറിയാൽ അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു കഷ്ണം അപ്പത്തിന് വേണ്ടി കരയുകയും ചെയ്യുന്ന സമയത്ത് അധികാരത്തിന് വേണ്ടി എന്ത് തറവേലയും കാണിക്കുന്ന കടിപിടി കൂടുന്ന ഒരു പറ്റം രാഷ്ട്രീയക്കാരെ നമുക്കവിടെ കാണേണ്ടി വരും എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമുക്ക് പരിചിതമല്ലാത്ത പല കാര്യങ്ങളും നടക്കുന്ന കൂട്ടത്തിലാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തുടക്കത്തിൽ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ഇവിടെയുള്ളൊരു കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം, രമേശ് ചെന്നിത്തല ഏറ്റവും ചെറിയ പ്രായത്തിൽ ശ്രീമാൻ കെ കരുണാകരൻ കണ്ടെത്തിയ രാഷ്ട്രീയ നേതാവാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ചങ്ങനാശ്ശേരി കോളേജിൽ നിന്നും BA എക്കണോമിക്സ് പാസ്സാവുകയും തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് LLB എടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല. ഏറ്റവും 26 or 28 വയസ്സുള്ള സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം കരുണാകരൻ പൊൻതാലത്തിൽ വെച്ച് അയാളുടെ കയ്യിൽ കൊടുത്തു. ആ കരുണാകരൻ തൻ്റെ മകനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നുവെന്ന് കണ്ടപ്പോൾ അയാളെ കുതികാലി വെട്ടാൻ വേണ്ടി തിരുത്തൽവാദം ഉണ്ടാക്കിയ നേതൃത്വം കൊടുത്ത ആളുടെ പേരാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട് ഉറങ്ങി, അദ്ദേഹത്തോടൊപ്പം നടന്ന് അദ്ദേഹത്തിന് കൊടുത്ത എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ചതിന് ശേഷം അദ്ദേഹത്തെ പുറംകാലം കൊണ്ട് ചവിട്ടുവാൻ യാതൊരു മടിയും കാണിക്കാത്ത ആളിൻ്റെ പേരും രമേശ് ചെന്നിത്തലയാണ്. ഇയാൾക്ക് എന്തൊക്കെ കരുണാകരൻ കൊടുത്തു നിങ്ങൾ ഓർക്കണം. ഇന്ദിരാഗാന്ധിയെ പരിചയപ്പെടുത്തി കൊടുത്തു, രാജീവ് ഗാന്ധിയെ പരിചയപ്പെടുത്തി കൊടുത്തു, സോണിയാഗാന്ധിയെ പരിചയപ്പെടുത്തി കൊടുത്തു, നരസിംഹറാവുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഏറ്റവും അവസാനം ഇയാൾ രാഹുൽ ഗാന്ധിയോടൊപ്പവും പ്രവർത്തിച്ചു വരുന്നു ഈ പാർട്ടിയിൽ എന്നോർക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം വന്ന സമയത്ത് ആദ്യത്തെ ശബ്ദരേഖയും കിളിനാദം വരുന്ന സമയത്ത് അതെന്താണെന്ന് എവിടെ നിന്നാണെന്ന് പ്രത്യേകം പാർട്ടി അദ്ദേഹത്തിൻ്റെ ഫോറത്തെ കൊണ്ട് പഠിപ്പിക്കുകയും അതിന് അയാൾക്ക് വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കുവാൻ വേണ്ടി അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ഒരാളുടെ പേരും രമേശ് ചെന്നിത്തല എന്നാണ്. ഒരു തർക്കവും അക്കാര്യത്തിൽ പറയേണ്ട. അതിനുള്ള കാരണം ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും കൂട്ടുനിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിരുന്ന അയാൾ കൈവക്കാൻ മാത്രമല്ല, രാഹുലിനെ പോലെയുള്ള കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമായിരുന്നാൽ മറ്റ് പല യുവ നേതാക്കളെയും തൻ്റെ ഭാഗത്തുനിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കും. തനിക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല, സതീശൻ്റെ മുഖ്യമന്ത്രിയാകാനുള്ള അവസരമായിരിക്കും ഉണ്ടാകുന്നത്, അതുകൊണ്ട് അവൻ വളരുന്നത് ശരിയല്ല എന്ന് വിചാരിച്ച് അപ്പോഴേ പണി കൊടുക്കുകയും സതീശൻ ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് ഈ നടപടികളിലേക്ക് വേഗത കൂട്ടിയ വ്യക്തിയുടെ പേര് അടിവരയിട്ട് പറയേണ്ടി വരും. അത് രമേശ് ചെന്നിത്തല എന്ന് തന്നെയാണ്, അല്ലാതെ മറ്റൊരാളുമല്ല. ശ്രീമാൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിന് ഇയാൾ കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായി. ഭരണം സ്തംഭനം തന്നെ ഒരു സമയത്തുണ്ടാവുകയും അങ്ങ് പെരുന്നേല ഇദ്ദേഹത്തിൻ്റെ തലതൊട്ടപ്പനായ പോപ്പിനെ കൊണ്ട് താക്കോൽ സ്ഥാനം വേണം, താക്കോൽ സ്ഥാനത്ത് നായർ വേണമെന്ന് പറയുകയും ആ നായർ രമേശ് ചെന്നിത്തല ആയിരിക്കണമെന്ന് ശഠിക്കുകയും ചെയ്തതിന് പുറത്ത് ഇദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി. നിങ്ങൾക്കറിയാം, നന്നായി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വഹിച്ചിരുന്ന വകുപ്പ് പിടിച്ചെടുത്ത് അന്ന് ആ മുഖ്യമന്ത്രി ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തിരുവഞ്ചൂരിൻ്റെ ചെവിയിൽ ചെന്ന് എന്തോ പറഞ്ഞ സമയത്ത് തിരുവഞ്ചൂർ കൊടുത്തൊരു വാക്കുണ്ട് പുറമേ, അത് പലരും കേട്ടിട്ടുണ്ട്. അത് എന്നും തിരുവഞ്ചൂരിൻ്റെ രമേശിനും അത് കേട്ടവർക്കും അറിയാം എന്നുള്ളത് ഓർക്കണം. എന്നിട്ട് ആ സംഭവം കൊണ്ട് എന്താ സംഭവിച്ചത്? TP ചന്ദ്രശേഖരൻ്റെ വധക്രമ കേസിലെ ഉന്നതതല ഗൂഢാലോചന പൊളിച്ചടുക്കി കൈക്കൊടുക്കുകയാണ് രമേശ് ചെന്നിത്തല ചെയ്തത്. ആ മാന്യൻ പുതിയൊരു പണിയായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ആദ്യം അയാൾ PJ കുര്യൻ, കേരള രാഷ്ട്രീയത്തിലെ സർവാദരണ്യനും യാതൊരുവിധ സ്ത്രീ വിഷയത്തിൽപ്പെടാത്ത ആളും, സ്ത്രീ എന്ന വാക്കുകൾ പരിപാവനമെന്ന് കണ്ട് തൊഴുതു നടക്കുന്ന പ്രായഭേദമന്യേ സ്ത്രീകളെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പെരുന്നേലെ പോപ്പിൻ്റെ സ്വന്തം സഹോദരൻ എന്ന് പറയാവുന്ന PJ കുര്യൻ വഴി രമേശ് ആദ്യത്തെ ബോംബ് പൊട്ടിച്ചു. അത് കൂടുതൽ എറിക്കാതെ പോയ സോഷ്യൽ മീഡിയയിലും വന്നതിന് ശേഷം എറിക്കാതെ പോയ സമയത്ത് എറണാകുളത്ത് പോയി കഴിഞ്ഞ ദിവസം ഒരു അവാർഡ് വാങ്ങിക്കൊണ്ട് അവിടെ വെച്ചും പറഞ്ഞു തൻ്റെ മോഹം. പണ്ട് സ്കൂളിൽ കുട്ടികളോടൊപ്പം പങ്കെടുക്കുന്ന സമയത്ത് അവിടെ വെച്ചും തൻ്റെ മോഹം പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനം. ഇത്രയൊക്കെ ആയിട്ടും ഈ കരുണാകരൻ കൈപിടിച്ച് ഉയർത്തിയ നാളോട്ട് MLA, MP, മന്ത്രിയും ഒക്കെ ആയതിനു ശേഷവും ഇവരുടെ ഒന്നും അധികാരമോഹം മാറുന്നില്ലല്ലോ എന്നുള്ള നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു വർഷത്തേക്ക് എന്നെ മുഖ്യമന്ത്രിയാക്കാൻ വേണമെങ്കിൽ രഹസ്യമായിട്ട് അവരുടെ പാർട്ടി യോഗത്തിൽ പറയാം. അതല്ലെങ്കിൽ എനിക്ക് കൂടി ഒരു അവസരം, ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം തരാം. അതല്ലെങ്കിൽ ആദ്യത്തെ 2 വർഷമോ അവസാനത്തെ 2 വർഷം എന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നൊരു ശുപാർശ വെക്കുന്നതിനപ്പുറം ഇങ്ങനെയൊക്കെ കാണിക്കാൻ കൊള്ളാവോ? എന്താ കാണിച്ചെന്നറിയോ? ഏകദേശം 10-80 ലക്ഷം രൂപ മുടക്കി ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഇദ്ദേഹത്തെ പറ്റി
ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം മൊത്തം തിരുവനന്തപുരത്തുള്ള DCC സെക്രട്ടറി പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് കണ്ടാൽ പരസ്യമാണ്, വായിക്കുന്ന ആൾക്ക് ഫീച്ചറായിട്ട് തോന്നും. കേരള രാഷ്ട്രീയത്തിലൊരു രാഷ്ട്രീയ നേതാവിന് വേണ്ടി ഒരു ഇംഗ്ലീഷ് പത്രം ഒരു പേജ് ഫുൾ പേജിൽ ഒരു ഫീച്ചർ തയ്യാറാക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ഏറ്റവും കുറഞ്ഞത് 60-80 ലക്ഷം രൂപ പരസ്യത്തിന് ചിലവാകുന്ന ഒരു ഫുൾ പേജാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഇറക്കി വെച്ചത്. ഇദ്ദേഹത്തിൻ്റെ കേശാദിപാദം വർണ്ണിക്ക് ഇദ്ദേഹം ആരായിരുന്നു, ആരോടൊപ്പം നടന്നു, അവരൊക്കെ ഫോട്ടോ വെച്ചിട്ട് കൃത്യമായ രീതിയിൽ ഒരു പത്രക്കാരൻ എൻ്റെ ഒരു സാധനം കിട്ടിയാൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ഫോട്ടോസ് മാത്രമേ വെക്കാറുള്ളൂ. ഇദ്ദേഹം പങ്കെടുത്ത മുഴുവൻ നേതാക്കന്മാരുടെയും ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഇദ്ദേഹം ഒരു കേരള യാത്ര നടത്താൻ ശ്രമിച്ചു, അത് പൊളിഞ്ഞു. കരുണാകരനെ വാരിയതിൻ്റെ വിഷമം അദ്ദേഹത്തിന് അവസാന കാലഘട്ടം വരെ ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതെ പോയി മൊത്തം സ്വത്തും നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യനുണ്ട് തെന്നല ബാലകൃഷ്ണപിള്ള. ഈ രമേശ് ചെന്നിത്തലയുടെ വാക്ക് കേട്ടിട്ട് പണ്ട് കരുണാകരൻ പറഞ്ഞനുസരിച്ച് രമേശിന് വാക്ക് കേട്ടിട്ട് പറക്കോട് PGM ഹൈസ്കൂളിൽ നിന്ന് തൻ്റെ ജോലി രാജിവെച്ച് രാഷ്ട്രീയത്തിലിറങ്ങിയ ഒരാളുണ്ട്, കൊടുമൺ ഗോപിനാഥൻ നായർ. എത്ര കോടി രൂപയുടെ സ്വത്താണ് ഈ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹത്തിന് നശിപ്പിക്കേണ്ടി വന്നു നോക്കണം. ഇങ്ങനെ അറിഞ്ഞോ അറിയാതെ ഇവരൊക്കെ ചവിട്ടിയും വാഗ്ദാനങ്ങൾ കൊടുത്ത് നശിപ്പിച്ചു പോയ പല ഉന്നത കുലജാതരായ പലരും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു, പലരും മരിച്ചുപോയി എന്നുള്ളതാണ്. അവരൊക്കെ മൗനമായി വിഷമിക്കുകയാണ് ഇവരെയൊക്കെ ഓർത്ത്, ഇവരുടെയൊക്കെ ഈ പണി കാണിച്ചിട്ട്. ഒരു ചെറുപ്പക്കാരൻ വളർന്നു വന്ന സമയത്ത് ആ പ്രശ്നം വളരെ എന്താണ് വിഷയമെന്ന് നന്നായി അറിഞ്ഞിട്ട് പോലും ഇയാളുടെ മുൻകൈയെടുത്ത് പരിഹരിക്കുന്നതിന് പകരം അവനെ പിടിച്ച് ജയിലിടാനുള്ള അവസരം വരെ ഉണ്ടാക്കി കൊടുക്കുകയും അതിനുവേണ്ട പണി പുറത്തുനിന്ന് ചെയ്തു കൊടുത്തു. എന്തിന്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് കൈവെക്കുമ്പോൾ അവൻ തനിക്ക് എതിരായി കൈവെക്കാതിരിക്കാൻ വേണ്ടി. ഈ സാറന്മാരാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 10, 60, 80 ലക്ഷം രൂപ മുടക്കി പരസ്യം കൊടുത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ വെമ്പൽ കൊള്ളുന്ന ഈ സാറന്മാർ എങ്ങനെ പിണറായി വിജയൻ കോടികൾ മുടക്കി PR വർക്ക് നടത്തി കഴിഞ്ഞ 10 വർഷം കേരളത്തെ ഭരിച്ച് മുടിപ്പിച്ചു എന്ന് പറയാൻ കഴിയും എന്ന് ഇവരൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു സെക്കൻഡ് ആലോചിക്കണം. ഈ സ്ഥാനങ്ങൾക്ക് വേണ്ടി പോകുന്നവരൊക്കെ തങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട് വേണം മുമ്പോട്ട് വരാൻ. പലർക്കും പല കാര്യങ്ങളും അറിയാം, പലരും പറയാത്തതാണ്. 2016 തൊട്ട് 2021 വരെ പിണറായി വിജയൻ ഓശാന പാടുകയായിരുന്നു ഇയാൾ ചെയ്തത്. അതുകൊണ്ട് മാത്രമാണെന്ന് തോറ്റുപോയത്. തോൽവിയാണോ? മഹാതോൽവിയാണ് സംഭവിച്ചത്. ഒരു ഭരണകക്ഷിക്കെതിരെ ഒരു പ്രതിപക്ഷ കക്ഷി മത്സരിക്കുമ്പോൾ സീറ്റുകളുടെ എണ്ണം താഴോട്ടാണ് പോകുന്നതെങ്കിൽ ആ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനം മോശമായിരുന്നു എന്ന് വേണം കരുതാൻ. വെള്ളം കോരുകയും വെട്ടുകയും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ വിഷയങ്ങളൊക്കെ തൻ്റേതാണെന്ന് താനതിൻ്റെ ധാർമ്മികത ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് ദൃഢനിശ്ചയത്തോട് കേരളത്തോട് പറഞ്ഞൊരു വ്യക്തിയാണ് VD സതീശൻ. അയാൾക്ക് രാഷ്ട്രീയപരമായ എന്തൊക്കെയൊക്കെ ചെയ്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അയാൾ ചെയ്തത് കറക്റ്റായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. അല്ലാതെ പോപ്പിനെ കൊണ്ടും PJ കുര്യനെ പോലെ രണ്ടുപേരും നല്ല കക്ഷികളാണ്. PJ കുര്യന് നല്ല ആളാണ്, പെരുന്നപ്പോപ്പും നല്ല മാന്യന്മാരാണ്. മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമഗ്രമായ സാംസ്കാരിക പൈതൃകങ്ങൾക്ക് ഉടമകളും പരിഷ്കർത്താക്കളും ഒക്കെ ആയിട്ട് പറയാൻ പറ്റുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ഇവരെയൊക്കെയാണ് ഇദ്ദേഹം കൂട്ടുപിടിച്ചിരിക്കുന്നത്. ഇതൊന്നും ശരിയല്ല. ഇനിയും ഈ കുഞ്ഞ് ജനിച്ചിട്ടില്ല എന്ന് ഓർക്കണം. കാരണം AI കാലമാണ്, പലതും സംഭവിക്കാം. രമേശ് ചെന്നിത്തല സ്വന്തം മണ്ഡലത്തിൽ തോറ്റുപോയാൽ ഇയാളെങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാകും? അതും അയാളൊന്ന് ആലോചിക്കണം. ആദ്യം ജയിക്ക്, പിന്നെ കക്ഷികൾ തൻ്റെ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുന്നുണ്ടോ നോക്ക്, എന്നിട്ട് പക്ഷേ ഈ ചെയ്തൊക്കെ കൊള്ളാം, അത് വെള്ളത്തിലാവാതിരുന്നാൽ നന്നായിരിക്കും. നന്ദി, നമസ്കാരം.